ദൈവനാമം മഹത്വപ്പെടട്ടെ. കർത്താവിൽ പ്രിയ വിശ്വാസികളുടെ സമൂഹമേ, കുഞ്ഞുങ്ങളെ, നിങ്ങൾക്ക് ഏവർക്കും ഉയർത്തെഴുന്നേറ്റ് വീണ്ടും വരുമെന്ന് അരുളിച്ചെയ്ത് സ്വർഗാരോഹണം ചെയ്ത കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ പ്രഭാത വചനത്തിലേക്ക് വളരെ സ്നേഹത്തോടെ വിനയത്തോടെ സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ജൂലൈ 3-ാം തീയതി 2026. ഈ മാസത്തിലെ 3-ാമത്തെ ദിവസം ഈ വർഷത്തിലെ 184-ാമത്തെ ദിവസം ആണ്. വിശുദ്ധ മാർത്തോമാ ശ്ലീഹായുടെ ദുഃഖറോനോ ആചരിക്കുന്ന ദിവസം ആണ് ഇന്ന്. അതിനാൽ ഇന്നത്തെ ചിന്താവിഷയം വിശുദ്ധ മാർത്തോമാ ശ്ലീഹായുടെ ദുഃഖറോനോ. ഇന്ന് ദിവസം ദേവാലയങ്ങളിൽ വിശുദ്ധ കുർബാന അർപ്പിക്കുന്നിടത്ത് യോഹന്നാൻ ശ്ലീഹായുടെ രക്ഷാസുവിശേഷം 20-ാം അധ്യായം 19 മുതൽ 31 വരെയുള്ള വേദഭാഗം ആയിരിക്കും ഇന്ന് ദിവസം വായിക്കുന്നത്. ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത എന്നത് വിശുദ്ധ മാർത്തോമാ ശ്ലീഹായുടെ ദുഃഖറോനോ. വിശുദ്ധ തോമാ ശ്ലീഹ യേശു ക്രിസ്തുവിൻ്റെ 12 അപ്പോസ്തലന്മാരിൽ ഒരാളാണ് എന്ന് ഏവർക്കും അറിയാമല്ലോ. സംശയിയായ തോമസ്, ഡൗട്ടിംഗ് തോമസ് എന്ന പേരിലും അദ്ദേഹം അറിയപ്പെടുന്നു. കാരണം യേശുവിൻ്റെ ഉയർപ്പിൽ ആദ്യം സംശയിച്ചെങ്കിലും പിന്നീട് യേശുവിനെ കണ്ടപ്പോൾ എൻ്റെ കർത്താവും എൻ്റെ ദൈവവും എന്ന് വിശ്വാസ പ്രഖ്യാപനം നടത്തിയെന്ന് യോഹന്നാൻ ശ്ലീഹായുടെ രക്ഷാസുവിശേഷം 20-ാം അധ്യായം 28 പറയുന്നുണ്ട്. ക്രിസ്തീയ പാരമ്പര്യമനുസരിച്ച് ക്രിസ്തുവർഷം 52 വിശുദ്ധ തോമസ് ഇന്ത്യയിൽ എത്തി. കേരളത്തിലെ 7 പള്ളികളും ഒരു അർത്ഥപള്ളിയും സ്ഥാപിച്ചതായി വിശ്വസിക്കപ്പെടുന്നു. അദ്ദേഹം ഇന്ത്യയിൽ സുവിശേഷ പ്രഘോഷണം നടത്തി അനേകരെ ക്രിസ്തീയ വിശ്വാസത്തിലേക്ക് നയിച്ചു. ക്രിസ്തുവർഷം 72 സെന്റ് തോമസ് മൗണ്ടിൽ രക്തസാക്ഷിത്വം വരിച്ചതായി പാരമ്പര്യം പറയുന്നു. കേരളത്തിലെ സെയിന്റ് തോമസ് ക്രിസ്ത്യൻസ് സമൂഹം വിശുദ്ധ തോമസ് ലീഹായെ തങ്ങളുടെ വിശ്വാസ പിതാവായി ആദരിക്കുന്നു. അദ്ദേഹത്തിൻ്റെ തിരുനാൾ വിവിധ സഭകളിൽ ജൂലൈ 3-നാണ് ആചരിക്കുന്നത്. ഡിസംബർ 23-നും തിരുനാൾ ആഘോഷിക്കുന്നുവല്ലോ. അതെ, വിശുദ്ധ തോമാ ശ്ലീഹായുടെ തിരുനാൾ പല സഭാ പാരമ്പര്യങ്ങളിലും വ്യത്യസ്ത തീയതികളിൽ ആചരിക്കപ്പെടുന്നു. ജൂലൈ 3 വിശുദ്ധ തോമാ ശ്ലീഹായുടെ രക്തസാക്ഷിത്വത്തോടും അദ്ദേഹത്തിൻ്റെ തിരുശേഷിപ്പുകളുടെ മാറ്റി സ്ഥാപനത്തോടും ബന്ധപ്പെട്ട പ്രധാന തിരുനാൾ ദിനമായി പല സഭകളും ആചരിക്കുന്നു. ഡിസംബർ 21 അല്ലെങ്കിൽ 23 പ്രത്യേകിച്ച് ഇന്ത്യയിലെ ചില സുറിയാനി ക്രിസ്ത്യാനി പാരമ്പര്യങ്ങളിലും ചില ഇടവകകളിലും വിശുദ്ധ തോമാ ശ്ലീഹായുടെ ഓർമ്മ പെരുന്നാളായി ആചരിക്കപ്പെടുന്നു. തീയതിയിൽ പ്രാദേശിക ആചാര വ്യത്യാസങ്ങൾ കാണപ്പെടാം. അതുകൊണ്ട് ഡിസംബർ 23-നും ചില പാരമ്പര്യങ്ങളിൽ തോമാ ശ്ലീഹായുടെ തിരുനാൾ ആഘോഷിക്കപ്പെടുന്നുണ്ട്. നിങ്ങൾ മലങ്കര ഓർത്തഡോക്സ് സിറിയൻ ചർച്ചിൻ്റെ പാരമ്പര്യത്തിൽ വിശുദ്ധ തോമാ ശ്ലീഹായുടെ പ്രധാന പെരുന്നാളുകൾ ജൂലൈ 3-ന് ആണ് ആചരിക്കുന്നത്. അതേസമയം ഡിസംബർ 21-23-നും ചില മലങ്കര ഓർത്തഡോക്സ് ഇടവകകളിൽ തോമാ ശ്ലീഹായുടെ ഓർമ്മ പെരുന്നാൾ ആചരിക്കുന്ന ഒരു പ്രാദേശിക പാരമ്പര്യമുണ്ട്. ഇത് പൊതുവെ തോമാ ശ്ലീഹായുടെ ഇന്ത്യ ആഗമനത്തോടെ മലങ്കരയിലെ സുവിശേഷ പ്രഘോഷണ പാരമ്പര്യത്തോടെ ബന്ധപ്പെട്ട് ആചരിക്കപ്പെടുന്നതായി നാം ഓരോരുത്തരും കരുതുന്നു. എന്നിരുന്നാലും മലങ്കര ഓർത്തഡോക്സ് സഭയുടെ ഔദ്യോഗിക ലിതർജിക്കൽ കലണ്ടറിൽ ജൂലൈ 3-നുള്ള ദുഃഖറോനോ സ്മരണ പെരുന്നാൾ ആണ് തോമാ ശ്ലീഹായുടെ പ്രധാന തിരുനാൾ ദിനമായി കണക്കാക്കുന്നത്. വിശുദ്ധ തോമാ ശ്ലീഹായെ സംബന്ധിച്ച് മലങ്കര ഓർത്തഡോക്സ് സഭയിൽ 2 പ്രധാന പാരമ്പര്യങ്ങളുണ്ട്. ഒന്നാമത്തേത് ഇന്ത്യാഗമനം ക്രിസ്തുവർഷം 52. സഭാ പാരമ്പര്യം അനുസരിച്ച് വിശുദ്ധ തോമാ ശ്ലീഹ ക്രിസ്തുവർഷം 52 കേരളത്തിൽ കൊടുങ്ങല്ലൂർ തുറമുഖത്ത് എത്തി. അദ്ദേഹം കേരളത്തിലും ദക്ഷിണേന്ത്യയുടെ മറ്റു ഭാഗങ്ങളിലും സുവിശേഷ പ്രഘോഷണം നടത്തി. കേരളത്തിൽ 7 പള്ളികളും ഒരു അർത്ഥ പള്ളിയും, അതായത് ഒരു അരപ്പള്ളിയും സ്ഥാപിച്ചതായി വിശ്വാസപരമായ പാരമ്പര്യമുണ്ട്.
രണ്ടാമത്തേത് രക്തസാക്ഷിത്വം. ക്രിസ്തുവർഷം 72 അദ്ദേഹം സെന്റ് തോമസ് മൗണ്ടിൽ രക്തസാക്ഷിത്വം വരിച്ചതായി പാരമ്പര്യം പറയുന്നു. മൂന്നാമത്തേത് ജൂലൈ 3 പ്രാധാന്യം എന്ന് പറയുന്നത്, ജൂലൈ 3 വിശുദ്ധ തോമാസ് ശ്ലീഹായുടെ രക്തസാക്ഷിത്വ ദിനമല്ല. ഈ ദിവസം അദ്ദേഹത്തിന്റെ തിരുശേഷിപ്പുകൾ എഡേസായിലേക്ക് മാറ്റിയതിൻ്റെ സ്മരണയായി ആചരിക്കപ്പെടുന്ന ദിനമാണെന്ന് സഭാ പാരമ്പര്യം പറയുന്നു. അതിനാലാണ് മലങ്കര ഓർത്തഡോക്സ് സഭയിൽ ജൂലൈ 3 പ്രധാന തിരുനാളായി ആഘോഷിക്കുന്നത്. ഡിസംബർ 23 പ്രാധാന്യം. മലങ്കരയിലെ ചില പ്രദേശങ്ങളിലും ഇടവകകളിലും ഡിസംബർ 23 തോമാസ് ശ്ലീഹായുടെ ഓർമ്മ പെരുന്നാൾ ആചരിക്കുന്ന പാരമ്പര്യമുണ്ട്. ഇത് പൊതുവെ അദ്ദേഹത്തിന്റെ ഇന്ത്യ ആഗമനവുമായി ബന്ധപ്പെട്ട ഭക്തി പാരമ്പര്യമായി കണക്കാക്കപ്പെടുന്നു. എന്നാൽ ഇത് ജൂലൈ 3 സഭാവ്യാപകമായ പ്രധാന പെരുന്നാളിനെ പോലെ സാർവത്രമായി ആചരിക്കപ്പെടുന്നില്ല. വിശുദ്ധ തോമാസ് ശ്ലീഹ മലങ്കര സഭയുടെ സ്ഥാപക പിതാവായും ഇന്ത്യയുടെ അപ്പോസ്തോലൻ എന്ന പേരിലും ആദരിക്കപ്പെടുന്നുവെന്ന് നമുക്ക് ഏവർക്കും അറിയാം. വിശുദ്ധ തോമാസ് ശ്ലീഹ ഇന്ത്യയിൽ വന്നില്ലായിരുന്നെങ്കിൽ ഇന്നത്തെ സ്ഥിതിയിലുള്ള ഒരു ക്രിസ്ത്യാനിത്വം നമ്മുടെ ഇന്ത്യയിൽ ഉണ്ടാകുമായിരുന്നില്ല എന്നുള്ളത് പരമസത്യം. ആ തോമാസ് ശ്ലീഹായെ പോലെ നാം വളരെ ദൃഢതയോടുകൂടിയ വിശ്വാസം നമുക്ക് ഉണ്ട് എങ്കിൽ മാത്രമേ നമുക്ക് കർത്താവിൻ്റെ അനുഗ്രഹങ്ങൾ ലഭിക്കുകയുള്ളൂ എന്ന് മാത്രമേ അവസരത്തിൽ ഓർപ്പിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഇവിടെ ഉപസംഹരിക്കട്ടെ. ദൈവം നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നന്ദി, നമസ്കാരം.